ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫ് ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 23-ാം വാക്യം. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. വളരെ കാലം മുമ്പ് ഒരു രാജ്യത്ത് 2 സഹോദരന്മാർ പാർത്തിരുന്നു. ജ്യേഷ്ഠൻ അരോഗ ദൃഢഗാത്രനും അനുജൻ വിവിധ കാര്യങ്ങളിൽ അതീവ സമർത്ഥനുമായിരുന്നു. അവർ യൗവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നിത്യവൃത്തി അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടു. അനുജൻ യാത്ര ചെയ്ത് തലസ്ഥാന നഗരിയിൽ ചെന്നെത്തി. രാജകീയ ആലോചന സമിതിയിലെ ഒരു അംഗമായി പടിപടിയായി അദ്ദേഹം ഉയർന്നു. രാജാവിൻ്റെ ഉറ്റമിത്രവും പ്രധാനമന്ത്രിയും ആയിത്തീർന്നു. അക്കാലത്ത് രാജ്യത്തെ രാജാവ് ഒരു സൈന്യവുമായി യുദ്ധത്തിന് അതിർത്തിയിലേക്ക് വരുന്ന അറിവ് കിട്ടി. പ്രധാനമന്ത്രി ഒഴികെ എല്ലാവരും ഉടനടി യുദ്ധത്തിന് പുറപ്പെടണം എന്നുള്ള ആലോചന നൽകി. ഏതോ തെറ്റിദ്ധാരണ കൊണ്ട് യുദ്ധത്തിന് വരുന്നതാണെന്നും തനിക്ക് 3 ദിവസത്തെ ഇട നൽകുന്ന പക്ഷം ശത്രു രാജാവിനെ മുഖഭാവിൽ കണ്ട് സംസാരിച്ച് സമാധാനം സ്ഥാപിക്കാമെന്നും 3-ാം ദിവസം സൂര്യോദയത്തോടുകൂടെ താൻ വരാത്ത പക്ഷം രാജാവിന് യുദ്ധത്തിന് പുറപ്പെടാം എന്നുമുള്ള ആലോചന അദ്ദേഹം നൽകി. രാജാവ് ഈ ആലോചന അംഗീകരിച്ചു. വളരെ വേഗം ശത്രു രാജാവിനെ കാണാൻ തൻ്റെ കുതിരപ്പുറത്ത് യാത്ര ആരംഭിച്ചു. അയൽ രാജാവിനെ കണ്ട് സംസാരിച്ചപ്പോൾ തെറ്റിദ്ധാരണ മൂലം ഭയന്ന് യുദ്ധത്തിന് അവർ പുറപ്പെട്ടതാണെന്നും മനസ്സിലാക്കി. അവർ നമ്മുടെ അയൽ രാജ്യമായ ചൈന, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളെപ്പോലെ ആയിരുന്നില്ല. എത്രയും വേഗത്തിൽ സമാധാനം സ്ഥാപിച്ചതിന് ശേഷം മന്ത്രി സ്വന്തം രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. മടക്കയാത്രയിൽ ഭയങ്കരമായ കൊടുങ്കാറ്റും മഴയും ഇടിമിന്നലും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ വഴിതെറ്റി. കൂടാതെ കുതിരയുടെ ലാടവും ഇളകിപ്പോയി. തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലം നഷ്ടപ്പെടാൻ പോകുകയാണല്ലോ എന്നോർത്ത് നിരാശയോടും സങ്കടത്തോടും കൂടെ നിൽക്കുമ്പോൾ സമീപത്ത് ഒരു കൊല്ലൻ്റെ ആലയിൽ നിന്നും ഒരു ശബ്ദം അദ്ദേഹം കേട്ടു. വളരെ വേഗം അദ്ദേഹം ആ ശബ്ദം കേട്ട സ്ഥാനത്തേക്ക് എത്തി. അവിടെ എത്തി സഹായത്തിന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഗൗരവമായ നിലപാടിനെ അദ്ദേഹം വിശദീകരിച്ചു. വേഗം കൊല്ലൻ തൻ്റെ പണി നിർത്തി കുതിരയുടെ ലാടം കെട്ടാനുള്ള പണി ആരംഭിച്ചു. തീയുടെ ജ്വാലയിൽ അവർക്ക് പരസ്പരം തിരിച്ചറിയുന്നതിന് സാധിച്ചു. കൊല്ലൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ തന്നെയായിരുന്നു. ജ്യേഷ്ഠൻ്റെ യാത്രയിൽ ഈ ഗ്രാമപ്രദേശത്ത് എത്തി ഇരുമ്പ് പണി ആരംഭിച്ച് ആ ഗ്രാമീണർക്ക് വേണ്ടതായ സേവനം നൽകുകയാണെന്നുള്ള വിവരം അദ്ദേഹം അറിയിച്ചു. ഇരട്ടി ഉത്സാഹത്തിൽ പണി തീർത്ത് സഹോദരനെ വേഗം പറഞ്ഞയച്ചു. മന്ത്രി വരാൻ വൈകുന്നത് കണ്ട് യുദ്ധത്തിന് പുറപ്പെടാൻ രാജാവ് വേണ്ടതായ ഒരുക്കങ്ങൾ ചെയ്തു. സൂര്യൻ കിഴക്ക് ഉയർന്നതായ സമയം എയ്തുവിട്ട അമ്പ് കണക്കെ മന്ത്രി തലസ്ഥാന നഗരിയിലെത്തി. മന്ത്രി വരുന്നു എന്നുള്ള ശബ്ദം കാവൽക്കാർ പുറപ്പെടുവിച്ചു. അതീവ സന്തുഷ്ടനായ രാജാവ് ആലിംഗനം ചെയ്ത് തൻ്റെ സജീവനെ സ്വീകരിച്ചു. വേണ്ട പാരിതോഷികങ്ങൾ നൽകി. ഒരു കഴിവ് മാത്രമുള്ള തൻ്റെ സഹോദരൻ്റെ സഹായമാണ് യഥാർത്ഥ വിജയകാരണം എന്ന് രാജാവിനെ അദ്ദേഹം അറിയിച്ചു. വേണ്ടതായ സമ്മാനങ്ങൾ രാജാവ് ജ്യേഷ്ഠനും നൽകി. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ താലന്തുകൾ, അതായത് കഴിവുകൾ വ്യത്യസ്തമാണ്. അവയുപയോഗിച്ച് അവരവർ ആയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ പ്രവർത്തിച്ചാൽ ദൈവിക അനുഗ്രഹവും അഭിവൃദ്ധിയും നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഉണ്ടാകും. നമുക്കുള്ള താലന്തിൽ സന്തുഷ്ടിയോടെ പ്രവർത്തിക്കാം. അലസത വെടിഞ്ഞ് ഉത്സാഹത്തോടെ ദൈവസന്നിധിയിൽ ദൈവം തന്നിരിക്കുന്ന താലന്തുകൾ വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ ഇന്നത്തെ കുറിവാക്യത്തിൽ നാം വായിച്ചതുപോലെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ള വിളി നമുക്കും കേൾക്കുവാൻ നാം യോഗ്യരാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായ ദൈവിക താലന്തുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ സഭയും ഞങ്ങളുടെ ദേശവും അഭിവൃദ്ധി പ്രാപിക്കും എന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങളോട് കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കഴിവുകളും ഞങ്ങളുടെ താലന്തുകളും പൂഴ്ത്തി വയ്ക്കാതെ ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുവാൻ മശിഹാ മൂലം ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.